ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സംശയം എന്ന മൂവിയാണ്. സിനിമയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? ഒന്നെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ സംശയം. എന്നാൽ ഇങ്ങനെയൊന്നുമല്ല. നായികയ്ക്കും നായകനും അവരുടെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിനെയാണ് സംശയം. കൂട്ടുകാരെ, സംഭവം എന്താണെന്നറിയാൻ ആഗ്രഹം തോന്നുന്നില്ലേ? സിനിമ തുടങ്ങുന്നത് കാണിക്കുന്നത് ഒരു കല്യാണ വീടാണ്. നായകൻ മനോജിന്റെയും നായിക വിമലയുടെയും കല്യാണം കഴിഞ്ഞ ദിവസമാണ്. രാജീവും വിമലയും റൂമിലിരുന്ന് സംസാരിക്കുന്നു. വിമലയുടെ നിർബന്ധം കാരണം രാജീവ് പാട്ടുപാടുന്നു. അതിനിടയിൽ ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേട്ട് രാജീവ് പോയി കതക് തുറക്കുന്നു. അത് രാജീവിന്റെ അച്ഛനാണ്. കല്യാണത്തിന് സമ്മാനങ്ങൾ കിട്ടിയ കൂട്ടത്തിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. അതിൽ വിമലയുടെ പേരാണ് എഴുതിയത്. അത് എടുത്തോട്ടെ എന്ന് ചോദിക്കാനാണ് അച്ഛൻ വന്നത്. എടുത്തോളാൻ വിമല പറയുന്നു. പിറ്റേ ദിവസം രാജീവ് പറമ്പിലൊരു കുഴിയെടുക്കുന്നു. വിമലയെ അവിടേക്ക് വിളിക്കുന്നു. അതിനുശേഷം ഒരു മാവിൻ തൈ വിമലയുടെ കൈകൊണ്ട് ആ കുഴിയിൽ നടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് രാജീവിന്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആൾക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് മുഖം കാണുമ്പോൾ അറിയാം. രാജീവിന്റെ അച്ഛന് ഇന്ത്യൻ കോഫി ഹൗസിൽ ആയിരുന്നു ജോലി. ഇപ്പോൾ റിട്ടയർഡായി. രാജീവ് ഇപ്പോൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ ഒരു ആഘോഷ പരിപാടികളൊക്കെ കാണിക്കുന്നു. പുള്ളിക്കാരന് രാജീവിനോട് ഒരു ഇഷ്ടക്കേടുണ്ട്. 3.5 വർഷം കഴിഞ്ഞു. ഇതുവരെ വിമലയ്ക്ക് വിശേഷമൊന്നും ആയില്ല. അച്ഛന്റെ നിർബന്ധം കാരണം അവര് ഡോക്ടറെ കാണാൻ പോകുന്നു. രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ ചെയ്യാനും പറയുന്നു. 3 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ മാവിന്റെ ചുവട്ടിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. ഇവരുടെ അതേ അവസ്ഥ തന്നെയാണ് മാവിനും. നീ വെച്ച മാവല്ലേ, പിന്നെ എങ്ങനെ കായ്ക്കാനാ എന്ന് പറഞ്ഞ് വിമലയെ പരിഹസിച്ചിട്ട് അച്ഛൻ അകത്തേക്ക് പോകുന്നു. വിമല രാജീവിനെ ഫോൺ ചെയ്തിട്ട് വിശേഷം ആയെന്ന് തോന്നുന്നു, ഡോക്ടറെ കാണാൻ പോവണം എന്നും പറയുന്നു. രണ്ടുപേരും നല്ല സന്തോഷത്തിലാണ്. വിമല നട്ട മാവിലും മാങ്ങയുണ്ടായി. വിമലയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. കൊച്ചിന് 1.5 വയസ്സായി. പഴയ കാറ് വാങ്ങിയാൽ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ സമയമുണ്ടാവില്ല എന്ന് വിമലയുടെ അനുജനോട് അച്ഛൻ പറയുന്നു. വിമലയുടെ മുഖത്ത് ഒരു സങ്കടം. അത് ശ്രദ്ധിച്ച അമ്മ കാര്യം എന്താണെന്ന് ചോദിച്ചെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ എൻ്റെ ഡയറി കാണുന്നില്ല എന്ന് വിമലയോട് അച്ഛൻ പറയുന്നു. എല്ലാവരും പോയതിനു ശേഷം വിമല ജോലികളൊക്കെ ചെയ്യുന്നു. കൊച്ച് അടുത്ത് നിൽപ്പുണ്ട്. വിമല കൊച്ചിന്റെ മുഖത്തേക്ക് നല്ലതുപോലെ ശ്രദ്ധിച്ച് നോക്കുന്നു. രാത്രിയിൽ ഉറങ്ങിക്കിടന്ന രാജീവിനെ വിളിച്ചെണീപ്പിച്ച് നമ്മുടെ കുട്ടിക്ക് നമ്മുടെ രണ്ടുപേരുടെയും ചായ ഇല്ല എന്ന് പറയുന്നു. അവൻ നമ്മുടെ മകനല്ല എന്നും പറയുന്നു. ഇത് കേട്ട് കിളിപോയ രാജീവ് വാ പൊളിക്കുന്നു. രാജീവ് തന്റെ കൂട്ടുകാരനോട് ഭാര്യയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നും അവൾ എന്തൊക്കെയോ പറയുന്നു എന്നും പറയുന്നു. എന്നാൽ അവള് കുട്ടിയുടെ കാര്യം പറഞ്ഞതൊന്നും വ്യക്തമായി പറയുന്നില്ല. കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് വിമലയെ ഒരു ഡോക്ടറെ കാണിക്കാൻ മനോജ് തീരുമാനിക്കുന്നു. ആ കാര്യം വിമലയോട് പറയുന്നു. മോനെപ്പറ്റി പറഞ്ഞതിനാണോ എന്നെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നത്? നിങ്ങൾ അവനെ സൂക്ഷിച്ചെന്ന് നോക്കിക്കേ. നമ്മൾ രണ്ടുപേരും കറുത്തിട്ടല്ലേ, അവന് നല്ല കളറുമുണ്ട്. രാജീവിന്റെ മനസ്സിലും അങ്ങനെയുള്ള സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. പിറ്റേ ദിവസം വിമല എണീക്കുമ്പോൾ കൊച്ചും രാജീവും വീട്ടിലില്ല. വിമലയെ തെറ്റു പറയാൻ പറ്റില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ചായ കൊച്ചിനില്ല എന്ന് കൂട്ടുകാരനും പറയുന്നു. മനോജിന്റെ കിളി ശരിക്കും പോയി. ഈ കാര്യം വേറെ ആരോടും പറയരുതെന്ന് പറഞ്ഞ് മനോജ് കുട്ടിയുമായി വീട്ടിലേക്ക് പോകുന്നു. മനോജ് കൂട്ടുകാരനോട് എല്ലാം പറഞ്ഞുവെന്ന് വിമലയ്ക്ക് മനസ്സിലാവുന്നു. അയാളിത് നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് അവൾക്കറിയാം. ഇയാളുടെ ഭാര്യ ഒന്നും ചോദിക്കാതെ തന്നെ അവരുടെ അടുത്ത് ചെന്ന് ഇയാൾ മനോജ് വന്ന കാര്യം പറയാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും വിമല ഫോണിൽ വിളിച്ച് കുട്ടിയുടെ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ രഹസ്യബന്ധം ഞാൻ ഭാര്യയോട് പറയുമെന്ന് പറയുന്നു. സ്വന്തം മകൻ എവിടെയാണെന്ന് കണ്ടെത്തണമെന്നും അന്ന് ജനിച്ച ബാക്കി കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കണമെന്നും പറഞ്ഞ് രാജീവ് ആശുപത്രിയിലേക്ക് പോകുന്നു. ഒരു ബന്ധുവായ നേഴ്സിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. രാജീവ് പറഞ്ഞതനുസരിച്ച് അവര് ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് കൊടുക്കുന്നു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്ന് അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് ലീവ് എടുക്കുന്നു. ഇവരുടെ മകനെ കൂടാതെ വേറെ 7 കുട്ടികളോടെയാണ് അന്ന് ജനിച്ചത്. അതില് 3 പെൺകുട്ടികളും 4 ആൺകുട്ടികളും. ആ 4 കുട്ടികളുടെ വീടുകളിലേക്കും രാജീവ് അന്വേഷിച്ച് പോകുന്നു. ഒരുപാട് യാത്ര ചെയ്ത ശേഷം രാജീവ് ആദ്യത്തെ കുട്ടിയുടെ വീട്ടിലെത്തുന്നു. ഹെൽത്തിൽ നിന്നും കുട്ടിയുടെ ആരോഗ്യം നോക്കാൻ വന്നതാണ്. കുട്ടിയെ കാണിക്കുമോ എന്ന് ചോദിക്കുന്നു. കുട്ടിയെ നല്ലതുപോലെ നോക്കിയതിനു ശേഷം ഫോട്ടോ എടുത്ത് വിമലയ്ക്ക് അയച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ വീട്ടിലും ചെന്ന രാജീവ്
ഫോട്ടോ എടുത്ത് വിമലയ്ക്ക് അയച്ചു കൊടുക്കുന്നു. മൂന്നാമത്തെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. തിരിച്ചു പോവാൻ നേരത്ത് അവര് വരുന്നത് കണ്ട് രാജീവ് പുറകെ ചെല്ലുന്നു. അവര് ഹസ്ബൻഡുമായി പിണങ്ങി നിൽക്കുകയാണ്. കുട്ടിയെ കാണാൻ ഹസ്ബൻഡ് പറഞ്ഞുവിട്ട ആളാണ് രാജീവെന്ന് വിചാരിച്ച് നല്ലതുപോലെ ഒരെണ്ണം കൊടുക്കുന്നു. കിട്ടിയതും വാങ്ങി നാലാമത്തെ വീട്ടിലേക്ക് പോവാതെ സ്വന്തം വീട്ടിലേക്ക് വരുന്നു. നമുക്ക് ഇപ്പോഴുള്ള മകൻ മതിയെന്ന് വിമലയോട് പറയുന്നു. അടുത്ത വീട്ടിലെ ഒരു ഫംഗ്ഷന് രാജീവ് ഫൈസ എന്നു പേരുള്ള പെൺകുട്ടിയെ കാണുന്നു. അവളുമായി സംസാരിക്കുന്നു. ഹാരിസ് എന്നാണ് അവളുടെ കെട്ടിയോന്റെ പേര്. അവർക്ക് 1.5 വയസ്സുള്ള ഒരു മകനുമുണ്ട്. അധികം വൈകാതെ താൻ അന്വേഷിക്കുന്ന ആ നാലാമത്തെ അഡ്രസ് ഇവരുടേതാണെന്ന് രാജീവിന് മനസ്സിലാവുന്നു. അവരുടെ സ്ഥലവും ഫ്ലാറ്റിന്റെ നമ്പരും ചോദിച്ച് മനസ്സിലാക്കുന്നു. കുട്ടിയുടെ ഒരു ഫോട്ടോയും എടുക്കുന്നു. ഫോട്ടോ കാണുന്ന വിമലയ്ക്കും ഇത് ഞങ്ങളുടെ കുട്ടിയാണെന്ന് തോന്നുന്നു. ഹാരിസും ഫൈസയും ഒളിച്ചോടി കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. വീട്ടുകാർക്ക് ഹാരിസുമായി ഒരു ബന്ധവുമില്ല. അഡ്രസ് തപ്പിപ്പിടിച്ച് രാജീവ് അവിടെ എത്തുന്നു. ഹാരിസ് സ്വന്തമായി ഒരു ചെറിയ കമ്പനി നടത്തുന്നു. കോൺട്രാക്റ്റ് ഒന്നും കിട്ടാത്തോണ്ട് വലിയ കടബാധ്യതയിലാണ്. ലിഫ്റ്റിൽ കയറി 9ാമത്തെ നിലയിലേക്ക് പോകുന്ന രാജീവ് 9ാമത്തെ നിലയിൽ നിന്ന് ലിഫ്റ്റിലേക്ക് വന്നു കയറുന്ന ഹാരിസിനെ മനസ്സിലായ രാജീവ് അവിടെ ഇറങ്ങുന്നില്ല. താഴേക്ക് പോകുന്നു. പുറകെ പോയെങ്കിലും ഹാരിസിനെ കാണാൻ സാധിച്ചില്ല. കാറിന് പുറകെ ഓട്ടോയിൽ പോയ രാജീവ് ഹാരിസിന്റെ ഓഫീസിലെത്തുന്നു. പേരിനൊരു ഓഫീസ്, അവിടെ ജോലിയൊന്നുമില്ല. ലേഡി സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അകത്ത് കൂട്ടുകാരന്റെ കൂടെ ഈച്ചയാട്ടിയിരുന്ന ഹാരിസ് പുറത്തുള്ള രാജീവിനെ കാണുന്നു. അകത്തേക്ക് വിളിച്ച് രാജീവുമായി സംസാരിക്കുന്നു. രാജീവ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ മുമ്പിലിരിക്കുന്നത് കിളിപോയ ഒരുത്തനാണെന്ന് ഹാരിസിന് മനസ്സിലാവുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് മനോജിനെ ഒരു ഓട്ടോയിൽ കയറ്റി പറഞ്ഞു വിടുന്നു. സുഹൃത്തുമായി ഈ കാര്യം സംസാരിക്കുന്നു. ഒരു ഉൽപ്പന്നത്തിന്റെ കോൺട്രാക്റ്റ് കിട്ടുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ്. അതിനിടയിൽ കുറെ ഫോൺ കോളുകൾ ഹാരിസിന് വരുന്നുണ്ട്. എല്ലാം കട്ട് ചെയ്യുന്നു. പിന്നീട് പുറത്തിറങ്ങി ഫോൺ എടുത്ത് മനോജിനോട് എല്ലാം സമാധാനത്തിൽ പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ കുട്ടിയെ മാറിപ്പോയെന്ന ചിന്തയിൽ മനോജ് ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഫൈസി ഒരു അമേരിക്കൻ കമ്പനിയിൽ ഓൺലൈനായി വർക്ക് ചെയ്യുന്നു. ഇവർക്ക് നല്ല സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഹാരിസിന്റെ ഉപ്പ റെക്കമെൻഡ് ചെയ്താൽ ആ കോൺട്രാക്റ്റ് കിട്ടും എന്നൊക്കെ സംസാരിക്കും. ഹാരിസിന്റെ ഉപ്പ ഫോണിൽ വിളിച്ച് ഇവരോട് നാളെ അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. വീട്ടുകാരുടെ പിണക്കമെല്ലാം മാറിയ സന്തോഷത്തിൽ ഹാരിസ് വീട്ടിലേക്ക് ചെല്ലുന്നു. കമ്പനിയുടെയും കോൺട്രാക്റ്റിന്റെ കാര്യവും എല്ലാം ഹാരിസ് ഉപ്പയോട് പറയുന്നുണ്ട്. ഒരു പകൽ സമയം ഹാരിസ് പതിവ് പോലെ ഈച്ചയാട്ടി ഇരിക്കുന്നു. കോളിംഗ് ബെൽ അടിച്ച കേട്ട് ചെന്ന് നോക്കിയപ്പോൾ മനോജും വിമലയും അവർക്ക് കുട്ടിയെ കാണണമെന്ന് ഹാരിസ് സമ്മതിച്ചില്ല. ഒന്ന് കണ്ടാ മതി, അത് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് മനോജ് അവിടെ ഇരുന്നു. വേറൊരു വഴിയുമില്ലാതെ ഹാരിസ് കുട്ടിയെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. കുട്ടിയെ കണ്ട ശേഷം മനോജ് കുട്ടിക്ക് വിമലയുടെ അതേ മുഖമാണെന്ന് പറയുന്നു. ഈ സമയം കിളിപോയത് ഹാരിസിന്റെയാണ്. ഫൈസി നല്ല ഉറക്കമാണ്. ഇവരെ ഇനിയും ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ഹാരിസ് അവരെ പുറത്താക്കുന്നു. രണ്ടുപേരും കൂടെ കുട്ടിയെ കാണാൻ അവിടേക്ക് വരണമെന്ന് മനോജ്. പുറത്ത് വന്ന ശേഷം വിമലയ്ക്ക് ഒരു ആഗ്രഹം, കുട്ടിയെ ഒന്ന് എടുക്കണമെന്ന്. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ബലമായി ഹാരിസ് ഡോർ അടയ്ക്കുന്നു. രണ്ടുപേരും കോഫി ഹൗസിൽ ഇരിക്കുന്നു. രാജീവിന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മൂപ്പിച്ചു വിടുന്നു. ഹാരിസിന്റെ ഉപ്പ റെക്കമെൻഡ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഹാരിസിന് മിൽമയുടെ കോൺട്രാക്റ്റ് കിട്ടി. അതേസമയം രാജീവും വിമലയും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. കുട്ടിയെ മാറിപ്പോയെന്നും മാറിപ്പോയ കുട്ടിയെ തിരിച്ച് കിട്ടണമെന്നും. കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്താണ് പോലീസ് ഹാരിസിനെ വിളിക്കുന്നത്. അതവര് കേൾക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താന്ന് അറിഞ്ഞിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാമെന്ന് പറയുന്നു. പോലീസ് കേസ് എന്തെങ്കിലും ആയാൽ അത് കോൺട്രാക്റ്റിനെ ബാധിക്കും. ഹാരിസ് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഇവരെ കാണുന്നു. കേസ് എന്താണെന്ന് മനസ്സിലാവുന്നു. പോലീസുകാരുമായി സംസാരിക്കുന്നു. കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ദേഷ്യം ഹാരിസിനുണ്ട്. പുറത്തേക്ക് വന്ന് രാജീവിനോട് DNA ടെസ്റ്റ് നടത്താൻ എനിക്ക് സമ്മതമല്ലെന്നും ഞാൻ സഹകരിക്കില്ല എന്നും പറയുന്നു. കൂട്ടുകാരനുമായി സംസാരിക്കുന്ന രാജീവ് ഹാരിസിനൊരു പണി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. ഹാരിസ് ഇതുവരെ ഫൈസിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. രാജീവ് ഫൈസിയുടെ വീട്ടിൽ പോയി ഉപ്പാനോട് എല്ലാം പറയുന്നു. ഫൈസി ചോദിക്കുമ്പോൾ അവന് എല്ലാം സമ്മതിക്കേണ്ടി വരുന്നു. അതിന്റെ പേരും പറഞ്ഞ് രണ്ടുപേരും വഴക്കാവുന്നു. ഹാരിസിന്റെ സാധനങ്ങളെല്ലാം തന്റെ റൂമിൽ നിന്ന് ഫൈസി എടുത്തു മാറ്റുന്നു. രാജീവ് അയച്ചു കൊടുത്ത കുട്ടിയുടെ ഫോട്ടോ ഫോണിൽ നോക്കുന്നു. ഫൈസിയുമായി പിണങ്ങിയ
ഹാരിസ് നേരെ വന്നത് കോഫി ഹൗസിലേക്കാണ് രാജീവിനെ കാണാൻ. രണ്ടുപേരുടെയും സംസാരം അവസാനം വഴക്കിൽ കലാശിക്കുന്നു. താനിതൊക്കെ എന്തിനാണോ ചെയ്യുന്നതെന്ന് ഹാരിസ് ചോദിക്കുന്നു. രാജീവിന്റെ അച്ഛൻ കുട്ടിയുടെ കാര്യവും വഴക്കിന്റെ കാര്യവും എല്ലാം അറിയുന്നു. എല്ലാവരും രാജീവിനെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ വിമല രാജീവിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാശില്ലാത്തതിന്റെ പേരിൽ ഒന്നും നടക്കാതെ വരരുതെന്ന് പറഞ്ഞ് വള ഊരിക്കൊടുക്കുന്നു. ഹാരിസ് കാശ് കൊടുത്താണ് കേസ് ഒതുക്കിയതെന്നാണ് രാജീവ് ചിന്തിച്ചത്. എന്നാൽ നല്ലവനായ പോലീസുകാരൻ രാജീവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. വിമലയുടെ വീട്ടിൽ പോയി പ്രസവ സമയത്തെ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്നു. രാജീവിന്റെ അച്ഛനോടും ചോദിക്കുന്നു. രാജീവിന്റെ അച്ഛന്റെ പെങ്ങളായിരുന്നു ആ സമയത്ത് നേഴ്സ്. കുട്ടിയെ ആദ്യം ഞാനാണ് കണ്ടതെന്നും ആ കണ്ട അതേ കുട്ടി തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടിയെന്നും രാജീവിന്റെ അച്ഛൻ പറയുന്നു. കുട്ടി മാറിപ്പോവാൻ ഒരു ചാൻസുമില്ല എന്ന് ഡോക്ടറും പോലീസുകാരനോട് പറയുന്നു. പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ വിമലയെ കുട്ടിയെ കാണിച്ചെന്നും അത് കഴിഞ്ഞാണ് പുറത്തേക്ക് കൊണ്ടുപോയതെന്നും നേഴ്സ് പറയുന്നു. വിമലയോട് ഇക്കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ആദ്യം കണ്ട കുട്ടിയല്ല രണ്ടാമത് കണ്ടതെന്ന് ചെറിയൊരു സംശയം തോന്നിയെന്ന് പറയുന്നു. മയക്കം കൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന് ഡോക്ടർ പറഞ്ഞു. എല്ലാം വെറും തോന്നലാണെന്നും ഇനി ഇതിന്റെ പുറകെ പോയാൽ ഇപ്പോഴുള്ള ജീവിതം കൂടി നഷ്ടമാകുമെന്നും പോലീസുകാരൻ രാജീവിനോട് പറയുന്നു. ഇനി ഒന്നിനുമില്ല എന്ന് രാജീവ് തീരുമാനിക്കുന്നു. രാജീവിനെ കാണാൻ ഫൈസി ജോലി സ്ഥലത്ത് ചെല്ലുന്നു. കുട്ടിയെ കാണണം എന്ന് പറഞ്ഞ് രാജീവിന്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നു. ഹാരിസും ഫൈസിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവരോട് പറയുന്നു. എല്ലാത്തിനും ഒരു അവസാനം കാണണമെന്നും അവര് രണ്ടുപേരും കുട്ടിയുമായി ആശുപത്രി പോയി ടെസ്റ്റ് ചെയ്യുന്നു. ഹാരിസ് ഇതൊന്നും അറിയുന്നില്ല. കുട്ടിയുമായി ഫൈസി വീട്ടിലേക്ക് വരുമ്പോൾ എവിടെ പോയതാണെന്ന് ചോദിക്കുന്നു. ടെസ്റ്റ് നടത്തിയ കാര്യം ഫൈസി പറയുന്നു. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇത് നമ്മളെ പിന്തുടരും. ടെസ്റ്റ് ചെയ്തപ്പോൾ കുട്ടികൾ മാറിപ്പോയെന്ന് തെളിയുന്നു. രണ്ടുപേരും പരസ്പരം കുട്ടികളെ മാറണമെന്ന് കോടതി ഉത്തരവിടുന്നു. കോടതി പറഞ്ഞ ദിവസം രാജീവ് പോയി അവന്റെ കുട്ടിയെ അവരുടെ അടുത്തു നിന്നും എടുക്കുന്നു. വിമലയോട് അവരുടെ കുട്ടിയെ കൊടുക്കാനും പറയുന്നു. കുട്ടിയെ ഫൈസിയുടെ കയ്യിൽ കൊടുത്തെങ്കിലും വിമലയ്ക്ക് അവിടെ നിന്നും പോവാൻ സാധിക്കുന്നില്ല. ഫൈസിയുടെ അവസ്ഥയും അങ്ങനെ തന്നെ ആയിരുന്നു. കുട്ടിയുടെ കരച്ചില് കണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി നിന്ന വിമല തിരിച്ചു ചെന്ന് അവനെ എടുക്കുന്നു. ഹാരിസും മനോജും പുറത്ത് ബെഞ്ചിൽ പോയി ഇരിക്കുന്നു. ഹാരിസ് മനോജിനോട് ചോദിക്കുന്നു, ഇത് നമുക്ക് വേണോ? കുട്ടികളുടെ മനസ്സും കൂടി നമുക്ക് നോക്കണ്ടേ? കുട്ടികൾക്ക് 18 വയസ്സാവുമ്പോൾ അവര് തീരുമാനിക്കട്ടെ എന്ന് രണ്ടു കൂട്ടരും തീരുമാനിക്കുന്നു. അലമാരയിൽ നിന്നും തുണികൾ എടുക്കുന്ന മനോജിന് അവന്റെ അച്ഛന്റെ കാണാതെ പോയ ഡയറി കിട്ടുന്നു. അവനതെടുത്ത് വായിച്ചു നോക്കുന്നു. കുറെ കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. മനോജിന്റെയും വിമലയുടെയും കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികൾ ഇല്ലാത്ത കാര്യവും മനോജിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യവും എല്ലാം വേറെയും ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അവനത് വായിച്ച് ചിരിച്ചോണ്ട് വിമലയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവളും അത് വായിച്ചിരുന്നു. അവൾക്ക് സംശയം തോന്നാനുള്ള കാരണവും അതുതന്നെയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് വിമലയ്ക്ക് കുഞ്ഞ് ഉണ്ടായെന്നും കുഞ്ഞിന്റെ മുഖം ആദ്യം കണ്ടപ്പോൾ നിരാശ തോന്നി, എന്നാൽ എന്റെ പെങ്ങള് സഹായിച്ചതുകൊണ്ട് പിന്നീടത് ഓക്കെയായി. സിനിമയുടെ ക്ലൈമാക്സ് ഒട്ടും പോരാ. അച്ഛനാണ് കുഞ്ഞിനെ മാറ്റിയതെന്ന് അറിഞ്ഞിട്ടും മക്കള് ചിരിക്കുകയാണോ ചെയ്യുന്നത്?